ഹജ്ജിലെ സുപ്രധാന കർമ്മമാണ് അറഫ സംഗമം. അപ്പോൾ അറഫ സംഗമത്തിനായി ഹാജിമാരെല്ലാവരും ഒന്നിച്ച് ചേരുന്ന സ്ഥലമാണ് അറഫ മൈതാനി. അപ്പം ആളുകളുടെയൊക്കെ മനസ്സിലുണ്ടാവും ഈ മൈതാനത്തിനകത്തുള്ള ഒരുക്കങ്ങൾ ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ദൃശ്യങ്ങളിലും മറ്റുമൊക്കെ ഹജ്ജിൻ്റെ സമയത്ത് കാണിക്കാറുള്ള ജബലുർ റഹ്മാൻ എന്നറിയപ്പെടുന്ന പർവ്വതമാണ്. ആ പർവ്വതത്തിന് മുകളിൽ വെച്ച് അതിന് താഴെ വെച്ച് പ്രവാചകൻ നിർവഹിച്ച പ്രസംഗത്തെ അനുസ്മരിച്ചാണ് അറഫ പ്രഭാഷണം നടക്കാറുള്ളത്. പക്ഷേ ആ ജബലുർ റഹ്മക്ക് താഴെ ഇപ്പം നിലവിലുള്ള സൗകര്യം നമ്മൾ ഈ കാണുന്നത് പോലെയാണ്. കാരണം വ്യത്യസ്ത രീതിയിൽ വേലി കെട്ടിത്തിരിച്ച്, അതായത് ഹാജിമാരെ ഓരോരോ കമ്പനികൾക്ക് കീഴിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇങ്ങോട്ട് എത്തിക്കുക. അപ്പോൾ എത്തിക്കുന്ന ഓരോ ഹാജിമാരെയും വ്യത്യസ്ത ഹജ്ജ് കമ്പനികൾ അവർക്കായി ഒരുക്കിയ പ്രത്യേകം വേലി കെട്ടിത്തിരിച്ച തമ്പുകൾക്കകത്ത്, ഈ വലിയൊരു മതിൽക്കെട്ട് പോലെ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ഇത് നമ്മൾ കാണാൻ പോകുന്നൊരു തമ്പാണ്. ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ പലവിധ തമ്പുകളുണ്ടാവും. ഇതേപോലെ തന്നെ ഒരു എൻട്രി പോയിന്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഇതിനകത്തേക്ക് ഹാജിമാർ പ്രവേശിക്കും. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാവും. മറ്റൊരു തമ്പിൽ ആൾക്ക് ഈ തമ്പിൽ വന്നിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ്, അത്തരം വ്യവസ്ഥാപിതമായിട്ടാണ് നടത്തുന്നത്. കാരണം ആൾ വഴി മാറിപ്പോവാനും വഴി തെറ്റിപ്പോവാനും കാണാതാവാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ഓരോ ഹാജിമാർക്കും നിശ്ചിത തമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തമ്പുകളിലേക്ക് അവർ കൊണ്ടുപോകാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ അറഫ മൈതാനിക്കകത്ത് വെയിലേൽക്കാത്ത വിധത്തിൽ ഓരോ ഭാഗത്തും ഇതിപ്പോൾ മുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ മേൽക്കൂരയൊക്കെ ഒരുക്കിയിട്ടാണ് തമ്പുകളൊക്കെ ഒരുക്കുക. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ പരമാവധി തണുപ്പുള്ള അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം അസഹനീയമായ ചൂട് അറഫ ദിനങ്ങളിൽ അനുഭവപ്പെടും. പ്രത്യേകിച്ച് ഇതൊരു വിജനമായ പ്രദേശമാണ്. പിന്നെ ഇവിടുത്തെ മണ്ണ് ആ സമയമാകുമ്പോഴേക്ക് ചുട്ട് പഴുത്ത് നിൽക്കും. വലിയ സഹനത്തിലൂടെ ക്ഷമയിലൂടെ കടന്നിട്ടാണ് ഓരോ ഹാജിയും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കുക. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായ വലിയ തോതിലുള്ള ചൂടും നിരവധി പേര് തളർന്നു വീഴുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി. നമുക്കിവിടെ കാണാം, മുകളിലൊക്കെ ചെറിയ ഇപ്പോൾ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു ഹ്യൂമിഡിറ്റി ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അറഫക്കകത്തുള്ള ഈ തമ്പുകളിലാണ് ഹാജിമാർ അവരുടെ അറഫ സംഗമ സമയത്ത് കഴിയുക. ഇതിപ്പോൾ ഇതുപോലുള്ള ഒരുപാട് തമ്പുകൾ നമുക്ക് അറഫയിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൽ തന്നെ ഒരു തമ്പിനകത്തിന് ശേഷം 200-നടുത്ത് ആളുകൾക്ക് ഒന്നിച്ച് നിൽക്കാനുള്ള, അല്ലെങ്കിൽ 300-നടുത്ത് ആളുകൾക്ക് ഒന്നിച്ച് നിൽക്കുവാനുള്ള സൗകര്യമുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കനത്ത ചൂടിൽ നിരവധി ഹാജിമാർ തളർന്നു വീണ സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഹാജിമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മുഴുവൻ സമയം ഹാജിമാർ ഈ തമ്പുകൾക്കകത്ത് തന്നെ തങ്ങണമെന്നുള്ളതാണ് നിർദ്ദേശം. കാരണം കഴിഞ്ഞ തവണ 47 ഡിഗ്രി സെൽഷ്യസോളം താപനില എത്തുകയും നിരവധി ഹാജിമാർ അവർ തമ്പിന് പുറത്തേക്ക് പോയിട്ട് ജബലുർ റഹ്മ എന്നറിയപ്പെടുന്ന കാരുണ്യത്തിൻ്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഈ പർവ്വതത്തിന് താഴെ നിൽക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. സ്വാഭാവികമായിട്ടും പുറത്തുള്ള താപനില, കാരണം രാവിലെ മുതൽ ചുട്ടുപഴുത്ത് നിൽക്കുന്ന അറഫ ഭൂമി ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ വിങ്ങൽ വരും. കാരണം കൂടുതൽ ആളുകൾ പുറത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ പ്രയാസങ്ങൾ വരും. അങ്ങനെ വഴി തെറ്റുകയും തളർന്നു വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹാജിമാർക്ക് ഇത്തവണ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നിർബന്ധമായും വൈകിട്ട് 4 മണി വരെ, രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഈ അറഫയിലെ തമ്പുകൾക്കകത്ത് തന്നെ തങ്ങണം എന്നുള്ളതാണ്. കാരണം ഈ തമ്പുകളൊക്കെ നിൽക്കുന്ന ജബലുർ റഹ്മ എന്നറിയപ്പെടുന്ന ആ പർവ്വതത്തിന് താഴ്ഭാഗത്താണ് ഈ തമ്പുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരുപാട് തമ്പുകളുടെ ഒരുക്കിയിരുന്നു. കാരണം ബുധനാഴ്ച രാത്രി ഹാജിമാർ അറഫയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവരിവിടെ പുലർച്ചയോട് കൂടി ഇവിടെ എത്തുകയും അവർ ഇവിടെ അല്പനേരം വിശ്രമിക്കുകയും ചെയ്യും. പിന്നീടാണ് അറഫ സംഗമം എന്ന് പറയുന്ന ഹജ്ജിലെ ഏറ്റവും സുപ്രധാനമായ, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന കർമ്മത്തിന് തുടക്കമാകുന്നത്. ആ സമയം ഉച്ചയ്ക്ക് 12 മണിയോട് കൂടി അറഫ പ്രഭാഷണം ആരംഭിക്കും. പ്രവാചകൻ മുഹമ്മദ് നബി നടത്തിയ അറഫ പ്രഭാഷണത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ളതാകും ഈ പ്രഭാഷണം. ആ സമയത്തെല്ലാം ഹാജിമാർ ഈ തമ്പുകളിൽ തന്നെ അതെല്ലാം ശ്രവിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വിവിധ ഭാഷകളിൽ അത് വിവർത്തനം ചെയ്ത് കേൾക്കുവാനുള്ള സൗകര്യമുണ്ടാകും. അതിനുശേഷം സൂര്യാസ്തമയം വരെയുള്ള സമയം ഹാജിമാരുടെ പ്രാർത്ഥനകളോടുകൂടി കഴിയും. 4 മണിക്ക് ശേഷം ഹാജിമാർക്ക് വേണമെങ്കിൽ തമ്പിന് പുറത്തുള്ള ഭാഗത്ത് ഇറങ്ങുകയും അവിടെ പ്രാർത്ഥനകളുമായി കഴിഞ്ഞുവിടുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു തരത്തിൽ ഇപ്പോൾ ഇത്ര നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരുപാട് ശീതീകരണ സംവിധാനം, ഒരുപാട് എസികൾ ഇവിടെ നിലവിൽ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രവർത്തിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം അറഫ വരെ ഹാജിമാരുടെ തമ്പുകൾക്കകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നു എന്ന് ഇപ്രാവശ്യം കൂടുതലായിട്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായ കടുത്ത ചൂടാണ്. 22 വർഷമായി ഞാൻ തുടർച്ചയായിട്ട് ഹജ്ജിൻ്റെ സർവീസിൽ വരുന്ന ആളാണ്. ഏറ്റവും അടുത്ത ബുദ്ധിമുട്ട് പറഞ്ഞാൽ അറഫയിലെ ചൂടാണ്. അത് ആ സമയത്ത് അതിന് എത്ര മഴ തലേന്ന് പെയ്താലും പിറ്റേന്ന് പെയ്താലും ആ സമയത്ത് ഒരു ചൂടാണ്. ഇപ്പം ഞങ്ങളിവിടെ സജ്ജീകരിച്ചത് 100ഓളം AC ആണ്. 100 AC ആണ്, 100 AC ആണ് ഇവിടെ ഞങ്ങൾ സജ്ജീകരിച്ചത്. എന്നാലും ആ സമയത്ത് ഹാജിമാർ വരുമ്പം ചിലർക്ക് തണുപ്പ് വേണ്ടി വരില്ല. രാവിലെ വരുമ്പോൾ തണുപ്പായിരിക്കും, അവരത് അങ്ങോട്ട് കൂട്ടി കുറച്ച് ആ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിയുന്ന ടൈമിൽ എപ്പോഴും ഈ ഒരു ചൂടിൻ്റെ പ്രശ്നം അതുണ്ടാവാറുണ്ട്.
ഈ തമ്പുകൾക്കകത്ത് ഓരോ ഇടത്തും ഓരോ രീതിയിലാണ് സൗകര്യം ഉണ്ടാവുക. അതിന് പ്രധാനപ്പെട്ട കാരണം ഹജ്ജിൻ്റെ പാക്കേജുകൾ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പം വിദേശികൾക്കാണെങ്കിലും ആഭ്യന്തര ഹാജിമാർക്കാണെങ്കിലും കൊടുക്കുക. എന്ന് വെച്ചാൽ കൂടുതൽ റേറ്റുള്ള പാക്കേജുകളുണ്ട്. അപ്പോൾ ചിലർക്ക് കൂടുതൽ സൗകര്യം ആവശ്യപ്പെട്ടവരുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യമുള്ള തമ്പുകൾ ഒരുക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ ഒരു തമ്പിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലുള്ളൊരു ഇത് ബെഡാക്കാനും ഇരിക്കാനും പറ്റുന്ന സ്വഭാവത്തിൽ സോഫ സ്വഭാവത്തിലുള്ള ഒരു സീറ്റിംഗ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ നിർത്താം, തലേണ ഇവിടെ ഉപയോഗിക്കാം, ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇത് ബെഡാക്കിയിട്ട് മാറ്റാം. ഇപ്പം ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഓരോ സ്ഥലത്തിലും ഉള്ള ബെഡുകളുണ്ടാവും. ചിലർക്ക് ബെഡ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം അത് ഓരോ പാക്കേജുകൾക്ക് അനുസരിച്ചിട്ടാണ് അത് ഒരുക്കുന്നത്. ഏതെന്നാലും ഈ തരത്തിലെല്ലാം തന്നെ ഇപ്പോൾ ഇനി ഏതാണ്ട് 2 ദിവസം കൂടി ഹജ്ജിലേക്ക് ബാക്കിയുണ്ട്. ഹാജിമാർ മിനായിലേക്ക് എത്തുവാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ അറഫയിൽ ഈ കാണുന്ന സ്വഭാവത്തിലെല്ലാം തന്നെ സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറഫക്കകത്ത് ഹാജിമാർക്കുള്ള ശുചീകരണ സംവിധാനങ്ങൾ അതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരുപാട് വാഷ് ബേസിനുകളും അതുപോലെ തന്നെ വാഷ്റൂമുകളും ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എടുത്തു പറയേണ്ട കാര്യം, കാരണം വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഈ ഹജ്ജിൻ്റെ അറഫ മൈതാനം വർഷത്തിലൊരിക്കൽ മാത്രമേ ഇതുപോലെ ആളുകൾ ഒരുമിച്ച് കൂടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് ഒരു വർഷത്തോളം അത് അനാഥമായി വിജനമായി കിടക്കാറാണ് പതിവ്. ഇപ്പോൾ ഹാജിമാർക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഈ അറഫ എന്നറിയപ്പെടുന്ന ഈ മൈതാനത്ത് വെച്ച് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. ഇത്രയധികം ആൾക്ക് ഒന്നിച്ച് തന്നെ ഭക്ഷണം എത്തിക്കും എന്നുള്ളത്. ഇപ്പം ഇവിടുത്തെ ഒരു ബുഫേ സിസ്റ്റമാണ്. ഇതിപ്പോൾ ഈ തമ്പിൽ മാത്രമുള്ള ആഭ്യന്തര ഹാജിമാർക്കുള്ള തമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തമ്പിൽ ഈ ഒരു സിസ്റ്റത്തിലാണുള്ളത്. എല്ലായിടത്തും ഇതേ രീതിയാവില്ല. പലയിടത്തും പല രൂപത്തിലാണ് ഈ തമ്പുകളിലെ സിസ്റ്റം വർക്ക് ചെയ്യുക. ഓരോ മക്തബുകൾക്കനുസരിച്ച് ഓരോ കമ്പനികൾക്കനുസരിച്ച് ചില സൗകര്യങ്ങൾ മാറും. മീനേന്ന് അറഫയിലെത്തുമ്പം അവർക്ക് വേണ്ട ഹാജിക്ക് വേണ്ട എല്ലാ സൗകര്യവും അത് ഫസ്റ്റ് തന്നെ അവർക്ക് വേണ്ടത് ചിലപ്പം ബാത്റൂം ആയിരിക്കും. ബാത്റൂമും നല്ല ഫെസിലിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്, ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വൃത്തിയിൽ. പിന്നെ അതേമാതിരി ഫുത്തൂറ് കാര്യങ്ങൾ നമ്മൾ റൈദാൻ എന്ന് ആരോട് പറഞ്ഞാൽ അറിയണമല്ലോ. റൈദാൻ എന്ന ഹോട്ടലാണ് നമ്മളെ ഫുഡിന് ഏൽപ്പിച്ചത്. അപ്പോൾ ഇവിടെ അവർക്കുള്ള ഭക്ഷണം ആടിൻ്റെ മന്തിയായിരിക്കും കൊടുക്കുക. ഈ അറഫയിൽ മാത്രം കൈകൊണ്ട്, ബാക്കി ഒക്കെ ബൊഫേ രീതിയാണ്. പിന്നെ ബാക്കിയുള്ള അസീർ 24 മണിക്കൂറും കോഫി തണുപ്പായാലും ഇതൊക്കെ കൊടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ റെഡിയാക്കാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയില്ല, മായന ചിലപ്പോൾ പേടിച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഫൈനലാക്കാത്തത്. ഏകദേശം 6-ൻ്റെ അതിന് 7 ആകുമ്പോഴത്തേന് ഒക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ റെഡിയാവും. ഇങ്ങനെയൊക്കെ ഒരുക്കിയാൽ പോലും ഇവിടെയുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ മറ്റൊന്ന് മാലിന്യ സംസ്കരണമാണ്. കാരണം ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൽ തന്നെ എടുത്തു പറയുന്ന കാര്യമാണ് വൃത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഹജ്ജിലായാലും അവരുടെ നമസ്കാരങ്ങളിലായാലും പ്രാർത്ഥനകളിലായാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പം ഓരോ സമയം ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ നിറയും. സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഉണ്ടാകും, ഹാജിമാർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെ വേസ്റ്റുകളുണ്ടാവും. അപ്പോൾ ഈ തരത്തിൽ വലിയ തോതിലുള്ള മാലിന്യം പല സ്ഥലത്തായിട്ടുണ്ടാവും. അപ്പം അതെല്ലാം അതത് സമയങ്ങളിൽ ക്ലിയർ ചെയ്ത് പോകുവാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തമ്പുകൾക്ക് അതുപോലെ നമുക്കറിയാം വളരെ വൃത്തിയിലും ഭംഗിയിലും മനോഹരമായിട്ടുമാണ് ഓരോ തമ്പുകൾ സജ്ജീകരിക്കുക. അപ്പം ഇവിടുന്ന് ഹാജിമാർ എത്രയധികം, ഏകദേശം 20 ലക്ഷത്തോളം ഹാജിമാർ ഇവിടെ കയറി ഇറങ്ങി പോയാലും ആ വൈകുന്നേരം മൊത്തം അടിയുന്ന വേസ്റ്റുകൾ പോലും അതത് മൊമെൻറ്റുകളിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനവും ഏറ്റവും അറഫയിലെ മനോഹരമായ കാഴ്ചകളിൽ ഒന്ന്. കാരണം വലിയ തോതിൽ ആളുകൾ പ്രവഹിക്കുന്നു, വലിയ തോതിൽ ആളുകൾ എത്തുന്നു. അതിനെല്ലാം ഇത്രയധികം ലക്ഷങ്ങൾ ലോകത്തിന് പക്ഷേ ഒരേ സ്ഥലത്ത് ഒരേ ഇടത്ത് ഒരേ മന്ത്രത്തോടു കൂടി ഒരുമിച്ച് കൂടുന്ന മറ്റൊരിടം ഭൂമിയിൽ ഉണ്ടാകില്ല. അപ്പം ആ ഒരു സ്ഥലത്ത് ഏറ്റവും പവിത്രമായ രീതിയിൽ ഏറ്റവും പവിത്രമായ സ്വഭാവത്തിൽ ആണ് ഹാജിമാരും കൊണ്ടു നടക്കുക, അവരുടെ ഉള്ളിലേറ്റുക. അപ്പോൾ അതൊക്കെ തന്നെയാണ് അറഫയിൽ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളിലൊന്ന്. ഓരോ ഹാജിയും ഏറ്റവും വൃത്തിയിലും ശുദ്ധിയിലുമാണ് അറഫയിലേക്ക് എത്തുക. വലിയ തോതിലുള്ള ശുദ്ധീകരണം അവരുടെ മനസ്സിനും ആത്മാവിലും വരുത്തിക്കൊണ്ടാണ് അറഫയോട് അവർ വിട പറയുകയും ചെയ്യുക. ബിസിനസ്സിൽ ഉപരി ഇത് ഹജ്ജല്ലേ, ഹജ്ജിൻ്റെ ഒരു ബിസിനസ്സിലുപരി ഒരു സർവീസായിട്ട് തന്നെ അവരെടുക്കണേ. ഇപ്പോൾ നമ്മളെ ഇതിൻ്റെ നമ്മളെ സ്പോൺസറെ ഫാമിലി ചെറിയ മക്കൾ വരെ ഇവിടെ ഹിദ്മക്ക് ഉണ്ടാവും. പെണ്ണുങ്ങളെ സെക്ഷൻ മൊത്തം പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്ത് അവരെ മക്കൾ അവരെ വൈഫും ഒക്കെ വന്നിട്ട് ആ സെക്ഷൻ അവർ കഴിയും. ഇവർ മക്കളെ എല്ലാവരും മക്കളാണ് അതിൻ്റെ കാര്യത്തിനും എല്ലാത്തിനും
ഇവിടുത്തെ അപ്പോൾ നിങ്ങൾക്ക് ആ ബോർഡ് നോക്കിയാൽ അറിയാം അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. അറ്റ്മോസ്ഫിയർ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ പോലെയുള്ള ആളുകൾ കൂടെ സപ്പോർട്ട് ഉണ്ടാവും. ഞാനടക്കം അവരെ കൂടെ ഈ ഒരു എന്താ പറയുക ഒരു പ്രോഫിറ്റും ആക്കാതെ നമ്മൾ കുറേ 10-22 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് ആ ജീവിതത്തിലൊരു സംതൃപ്തി വളരെ തന്നെ. എല്ലാവർക്കും അറഫയിൽ ഒരു ദിവസം വന്നേക്കാം, നമ്മൾ 10-40 ദിവസം നമ്മൾ അറഫയിൽ വന്നിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മളും എല്ലാ വർഷവും ഈ ഇങ്ങനൊരു സൗകര്യം കിട്ടുന്നതിൽ അപ്പോൾ പഠിച്ചവരോട് അൽഹംദുലില്ലാ എന്ന് എപ്പോഴും പറയാണ്.